ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണാസ് കിച്ചൻ. നമ്മളിവിടെ ഒരു കിടിലൻ കൂട്ടുകറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ചേന 250 ഗ്രാം, അത് ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുത്തത്. കുമ്പളങ്ങ 200 ഗ്രാം, അതും ചേനയുടെ വലുപ്പത്തിൽ തന്നെ മുറിച്ചത്. കടലപ്പരിപ്പ് 200 ഗ്രാം, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1/2 സ്പൂൺ, മുളക് പൊടി 1 നുള്ള്, ഉണക്കമുളക് 2 എണ്ണം, ശർക്കര അല്ലെങ്കിൽ വെല്ലം അത് 1 അച്ച്, നാളികേരം 1/2 മുറി, കറിവേപ്പില 3 തണ്ട് നന്നായി കഴുകി അരിഞ്ഞു വെച്ചത്, കടുക് 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കടലപ്പരിപ്പ്, ചേന, കുമ്പളങ്ങ ഇതെല്ലാം കുക്കറിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ സ്വല്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ഇടണം. നമ്മുടെ ഈ കൂട്ട് വേവായിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്യാം. നന്നായി ഉടക്കണ്ട, ഒരിത്തിരി ഉടച്ചാൽ മതി. ഇത് വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് വേവിച്ചാലും നന്നായി എല്ലാത്തിനും ഉപ്പൊക്കെ പിടിക്കും. ഇത്ര സ്മാഷ് ചെയ്താൽ മതി, നന്നായി ഉടഞ്ഞു പോരുത്. ഈ ഒരു പരുവത്തിൽ ഉഴുന്നുപരിപ്പിടാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണക്കമുളക് ഇടാമേ. ഉഴുന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, ഉഴുന്നുപരിപ്പ്. ഇനി നമുക്ക് അതിലേക്ക് ചെറുകി വെച്ചിരിക്കുന്ന നാളികേരം ഇടാം. 1 മുറി നാളികേരം. അത് നന്നായി വറുത്തെടുക്കണം, നന്നായി വറക്കണം. ആ വറവിലാണ് ഇതിന്റെ ടേസ്റ്റ് വരിക. നമ്മുടെ നാളികേരം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ കറിവേപ്പില ഇടാം. ഇതിലേക്ക് കറിവേപ്പില എപ്പോഴും അരിഞ്ഞിടുന്നത് നല്ലത്, കാരണം എന്നാലും അതിന് മണം വരുള്ളൂ. അതിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി മുളക് പൊടി, ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മുളകിന്റെ ഒരു പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒഴിക്കാം. ശർക്കര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട്, അതായത് ചേന, കുമ്പളങ്ങ, കടല പരിപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചും കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ 1 നുള്ള ഇട്ടിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കാം. പിന്നെ അതേമാതിരി തന്നെയാണ് മുളകും നമ്മുടെ ആവശ്യാനുസരണം എത്ര വെച്ചാൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീ ഓഫ് ചെയ്യാണ്. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയാണ് നോർമലി നമ്മളെല്ലാവരും യൂസ് ചെയ്യാറ്. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അറിയിക്കുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.